എം ലോറൻസിന്റെ സമരതീക്ഷ്ണമായ ഇന്നലകളിലേക്കുള്ളൊരു യാത്രയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തോട്ടി എന്ന കവിത. ഇന്ത്യയിൽ ആദ്യമായി തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ച എം ലോറൻസിനാണ് ആ കവിത ചുള്ളിക്കാട് സമർപ്പിച്ചത്. കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു. യാർ നീ, കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു. അതിസാധാരണക്കാർക്കൊപ്പം അണിചേർന്ന നേതാവായിരുന്നു എം ലോറൻസ്. അവസാന ശ്വാസം വരെയും സാധാരണക്കാരുടെ ജീവിതത്തെപ്പറ്റിയും കേരളത്തെപ്പറ്റിയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാവ്. കൊച്ചിയിലെ തോട്ടിത്തൊഴിലാളികളുടെ ദുരവസ്ഥ നേരിൽ കണ്ട് അവരെ ആദ്യമായി സംഘടിപ്പിച്ച നേതാവ്. വർഷങ്ങൾക്കിപ്പുറം സമരതീക്ഷ്ണമായ പഴയകാല ജീവിതത്തിലേക്ക് ഒളി വീശുന്നതായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തോട്ടി എന്ന കവിത. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കവിത കഴിഞ്ഞ ഒക്ടോബറിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എം ലോറൻസിന്റെ വീട്ടിലെത്തി ആലപിച്ചത് കാലം കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകിയ ഹൃദയഹാരിയായ സമ്മാനമായിരുന്നു. തോട്ടിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം അവന്റെ മലത്തിൻ്റെതല്ല, നിങ്ങളുടെ മലത്തിൻ്റെതാണ്. അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീര് കെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പെറ്റു. കുപ്പയാണ്ടി എന്ന തോട്ടിയുടെ കഥ പറഞ്ഞതായിരുന്നു ചുള്ളിക്കാടിന്റെ തോട്ടി എന്ന കവിത. മലം നിറച്ച പാട്ടയുമായി നിൽക്കുന്ന കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ അയാളെ സഖാവേ എന്ന് വിളിച്ചപ്പോൾ കുപ്പയാണ്ടി ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകളുയർത്തി മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കിയെന്നും സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടെന്നും ചുള്ളിക്കാട് എഴുതിയപ്പോൾ അതിൽ തീപ്പൊരി പാറി. സമരസഖാവിന്റെ ഇന്നലകളിലേക്ക് പുതിയ ലോകത്തെ കൂട്ടിക്കൊണ്ടുപോയി ആ കവിത. പൊക്കിളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയെടുത്ത് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു, സഖാവേ. റിസർച്ച് ഡെസ്ക് 24.